ഹായ് ഓൾ, നമ്മൾ മെൻ്റൽ കണ്ടക്ട് ചെയ്ത മോണോ ഹൈബ്രിഡ് ടെസ്റ്റ് പഠിച്ചു. അതിൻ്റെ റിസൾട്ടിൻ്റെ ബേസിസിൽ 3 പോസ്റ്റുലേറ്റ്സ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ക്യാരക്ടേഴ്സ്, സെക്കൻഡ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ആൻഡ് തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ക്യാരക്ടേഴ്സ്. Every trait or character of an organism is an independent unit by itself, and its inheritance is controlled by a pair of hereditary determinants or factors. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ എന്ത് ക്യാരക്ടറും അല്ലെങ്കിൽ ഏത് ട്രേറ്റും, ഫോർ എക്സാമ്പിൾ പ്ലാന്റിൻ്റെ കേസിൽ ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് അത് അവരുടെ ഒരു ട്രേറ്റാണ്. അതുപോലെ അവരുടെ സീഡിൻ്റെ ഷേപ്പ്, അതുപോലെ അവരുടെ എൻഡോസ്പേമിൻ്റെ കളറ്, പ്ലാന്റിൻ്റെ കളറ്. സോ ഇങ്ങനെയുള്ള ഏത് ട്രേറ്റ് നോക്കിയാലും അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റാണ്. ആൻഡ് ഈ ട്രേറ്റിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പെയർ ഹെറിഡിറ്ററി ഡിറ്റർമിനേഴ്സാണ്. അതിനെയാണ് മെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് വിളിച്ചത്. ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്, അവരാണ് ഓരോ ട്രേറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഫാക്ടേഴ്സിന് എന്ത് പറയും? ജീൻസ് എന്ന് ഇപ്പം വിളിക്കുന്നു. ജീൻസ് ഒരു പെയറാണ്, അല്ലെങ്കിൽ 2 അലീൽസ് പ്രസൻ്റ് ആയിരിക്കും ജീൻസിന്. നമ്മൾ പഠിച്ചു, ഓരോന്നും ഒരു ഹോമോലോഗസ് ക്രോമസോമിൽ 2 ഡിഫറെൻറ്റ് ലോസയിലായിട്ട് എന്നൊക്കെ പറഞ്ഞു. സോ ഒരു ജീനിന് 2 ഫോംസ് ഉണ്ടാവും, അതിനാണ് നമ്മൾ അലീൽസ് എന്ന് പറയുന്നത്. അവരാണ് അതായത് ഓരോ ട്രേറ്റിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മെൻ്റൽ അതിന് ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ്. ദിസ് ഈസ് ദി കൺസെപ്റ്റ് ദാറ്റ് വെൻ 2 alternative forms of a hereditary factor are brought into gametic fusion, one of them dominates, suppresses or masks the effect of the other and expresses itself in the offspring. അതായത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു യെല്ലോ പ്ലാന്റ് ഉണ്ട്, അതുപോലെ ഒരു ഗ്രീൻ പ്ലാന്റ് ഉണ്ട്. യെല്ലോ പ്ലാന്റ് എന്ന് വെച്ചാൽ അവരുടെ പോഡിൻ്റെ കളറ് യെല്ലോ ആണ്. മറ്റേതിൻ്റെ പോഡ് പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റിൻ്റെ പോഡിൻ്റെ കളറ് ഗ്രീൻ ആണ്. യെല്ലോ എന്ത് ചെയ്യും? അവരുടെ ഗമീറ്റ്സിലോട്ടേക്ക് ക്യാപിറ്റൽ Y അലീലിനെ കൊടുക്കും, ഡോമിനൻ്റ് അലീലിനെ. അതുപോലെ ഗ്രീൻ എന്താ ചെയ്യുക? അവർ ഹോമോസൈഗസ് കണ്ടീഷനിലാണ്, അപ്പോൾ അവർക്ക് സ്മോൾ y അലീലിനെയും കൊടുക്കും. സോ ഇങ്ങനെ 2 ഡിഫറെൻറ്റ് അലീൽസ് ഉള്ള ഗമീറ്റ്സ്, അതായത് ക്യാപിറ്റൽ Y ഉള്ള ഗമീറ്റും അതുപോലെ സ്മോൾ y ഗ്രീനിൻ്റെ സ്മോൾ y ഉള്ള ഗമീറ്റും ഫ്യൂസ് ചെയ്താൽ ഒരു ഹെട്രോസൈഗോട്ടായിട്ടുള്ള ഹൈബ്രിഡാണ് ഫോം ചെയ്യുന്നത്. ക്യാപിറ്റൽ Y സ്മോൾ y ഉള്ള ഹെട്രോസൈഗോട്ട്. സോ ഇവരുടെ കേസിൽ എന്താണ്? വൺ ഓഫ് ദം വിൽ ഡോമിനേറ്റ്, അതായത് ക്യാപിറ്റൽ Y യെല്ലോ കളറ് ഡോമിനേറ്റ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്യുക മാത്രമല്ല, ദേ സപ്രസസ് ഓർ മാസ്ക് ദി ഇഫക്റ്റ് ഓഫ് ദി ലാറ്റർ. അതായത് സ്മോൾ വൈൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്ത് ക്യാപിറ്റൽ Y ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് വെൻ 2 alternative forms of a hereditary factor are brought into gametic fusion, one of them dominates, suppresses or masks the effect of the other and expresses itself in the offspring. നമ്മൾ ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ പ്രോജനിയിൽ നോക്കിയാൽ യെല്ലോ കളറാണ് കാണുക. സോ ഈ എക്സ്പ്രസ്ഡ് ഫാക്ടറിനെയാണ് ഡോമിനൻറ്റ് എന്ന് പറയുന്നത്. സപ്രസ്ഡ് ആയിട്ടുള്ള ഫാക്ടറിനെയാണ് റിസസീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഡോമിനൻറ്റ് ഫാക്ടറിനെ ഡോമിനൻറ്റ് അലീൽ എന്നും പറയും, റിസസീവ് ഫാക്ടറിനെ റിസസീവ് അലീൽ എന്നും പറയും. ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ Y ആണ് ഡോമിനൻറ്റ് അലീൽ, സ്മോൾ ലെറ്റർ y ആണ് റിസസീവ് അലീൽ. ഓക്കെ, റിസസീവ് അലീൽ ഹോമോസൈഗസ് കണ്ടീഷൻ, അതായത് സ്മോൾ y വന്നാൽ മാത്രമേ എക്സ്പ്രസ് ആവൂ. സോ അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ. ഇതിനെ തന്നെ പറയുന്നതാണ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ലോ ഓഫ് മെൻ്റൽ. സോ ആദ്യം ഈ പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷൻ മെൻ്റൽ തന്നെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്. പക്ഷേ ലേറ്റർ
കോറൻസ് നമ്മൾ പറഞ്ഞു മെൻഡലിൻ്റെ ഈ തിയറീസ് റീഡിസ്കവർ ചെയ്ത 3 സയൻറ്റിസ്റ്റുകൾ, കോൾ കോറൻസ്, അതുപോലെ ഹ്യൂഗോ ഡിവ്രിസ്, ദെൻ റിക് വോൺ ഷെൻമാർക്ക്. അതിൽ കോറൻസ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സെഗ്രിഗേഷനെ മോഡിഫൈ ചെയ്തിട്ട് ലോ ഓഫ് സെഗ്രിഗേഷൻ ആക്കി മാറ്റി. ഇതിനെ തന്നെയാണ് ദ ഫസ്റ്റ് ലോ ഓഫ് മെൻഡൽ എന്നും പറയുന്നത്. ഇതിൻ്റെ മേജർ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. In somatic cells, hereditary factors exist in pairs, but in gametic cells, only one member of each pair is found. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സാധാരണ സെല്ലുകളിൽ ഒരു ജീനിന് അല്ലെങ്കിൽ ഒരു ഫാക്ടറിന് 2 ഫോംസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 അലീൽസ് ഒരു ജീനിനുണ്ടാവും. പക്ഷേ ഇവിടെ നോക്കൂ, ഗമീറ്റ്സ് ആവുമ്പം അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരൊറ്റ അലീൽ മാത്രമേ ഒരു ഗമീറ്റിൽ ഒരു ട്രേറ്റിനുണ്ടാവൂ, അല്ലേ? ഇവിടെ കണ്ടോ, ഇപ്പം ഒരു ഹോമോസൈഗസ് ക്യാപിറ്റൽ വൈ ആയിരുന്നു. അതെന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നിൽക്ക് പോവുകയാണ്. ഒരു അലീൽ ഒന്നിൽക്കും ഒരു അലീൽ മറ്റേതിൽക്കും പോവുകയാണ്. ഓക്കെ, സോ ഗമീറ്റിൻ്റെ കേസിൽ ഒരു സിംഗിൾ അലീൽ മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ബാക്കി എല്ലാ സെല്ലുകളുടെ കേസിലും 2 അലീൽസ് അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും ഒരു ജീനിന്. ഓക്കെ, the 2 factors which govern a biological trait never contaminate or modify each other, nor do they blend or fuse together in any way, but always remain distinct. അതായത് നമ്മൾ പറഞ്ഞു 2 അലീൽസ് ഉണ്ടാവും ഒരു ജീനിന്. അവ രണ്ടും ഒരിക്കലും മിക്സപ്പ് ആവില്ല അല്ലെങ്കിൽ ബ്ലെൻഡ് ആവില്ല, അവർ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നിൽക്കുക ചെയ്യുക. ഗമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ ഈ 2 അലീൽസും സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഗമീറ്റ്സിലോട്ടേക്ക് പോകും. ഓക്കെ, സോ അത് തന്നെയാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് ഈ ഒരു അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഗമീറ്റ്സിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ലോക്ക് പേര് വന്നത്. ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് പെയർ സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് ഔട്ട് ഫ്രം ഈച്ച് അതർ ആൻഡ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് ഗമീറ്റ്സ് ഇൻ ഈക്വൽ frequency. So half of the number of gametes would receive one of them and remaining one would receive the other. അതായത് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു പ്ലാന്റ് നമ്മൾ ഫസ്റ്റ് കാണുന്നതിനെ മെയിൽ പ്ലാന്റ് ആക്കി എടുക്കാം. സോ ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അവരുടെ അലീൽസ് വരുന്നത്. പക്ഷേ ഗമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ ഈ കാണിക്കുന്നത് ഗമീറ്റാണ്. ഗമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ ഈ ഒരു അലീൽസ് രണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് അലീൽസ് ഡിഫറെൻറ്റ് ഗമീറ്റ്സിലോട്ടേക്ക് പോവുകയാണ്. അതായത് ക്യാപിറ്റൽ ടി അതായത് ടോൾ എന്നുള്ള അലീൽ ഒരു ഇതിലോട്ടും പോവുകയാണ്. സ്മോൾ ടി അതായത് ഡ്വാർഫിനുള്ള അലീൽ വേറെ ഗമീറ്റ്സിലോട്ടേക്കും പോവുകയാണ്. ഈ സ്പ്ലിറ്റിങ് ഈക്വൽ ഫ്രീക്വൻസിയിലാണ് ഈ പോകുന്നത് നടക്കുന്നത്. അതായത് 50% എന്തായിരിക്കും, ക്യാപിറ്റൽ ടി ആയിരിക്കും 50% ഗമീറ്റ്സിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്മോൾ ടി ആയിരിക്കും 50% ഗമീറ്റ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അവർ ഈക്വൽ ഫ്രീക്വൻസിയിൽ ഡിഫറെൻറ്റ് ഗമീറ്റ്സിലോട്ടേക്ക് പോകും. പിന്നെ ഈ ഗമീറ്റ്സ് ഏത് ഫ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് റാൻഡം ആണ്. ചിലപ്പം സ്മോൾ ടി ഉള്ളതായിരിക്കാം ഫ്യൂസ് ചെയ്യുന്നത്, ചിലപ്പം ക്യാപിറ്റൽ ടി ഉള്ള ഗമീറ്റ്സ് ആവാം ഫ്യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി ഒരു റാൻഡമായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ അവർ 50 ഈക്വൽ ഫ്രീക്വൻസിയിലായിരിക്കും ഗമീറ്റ്സിലോട്ടേക്ക് പോകുന്നത്. ഓക്കെ, so half the number of gametes will receive one of them and the remaining one would receive the other. Then they come into new pairing with new partners during gametic fusion. Okay, so ഇതാണ് law of segregation. So മെൻഡലിന് ഈ 3 laws ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റ് ക്യാരക്ടേഴ്സ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ്, ആൻഡ് അടുത്തതാണ് law of segregation.